ഛർദിക്കാൻ അമ്മിയുണ്ട്. ഇന്നലെ ആയിരുന്നല്ലേ? മതി മതി ചേച്ചി ഒന്ന് വന്നേ. മതി ചേട്ടാ. അവിടെ വീടെത്തി. വാ. എന്താണ് ഇടീ പണിക്ക് പോയ മനുഷ്യനെ എന്തിനാണ് നീ ഇങ്ങനെ കുടിപ്പിക്കണത്? കുടിച്ചല്ല നാള് അല്ലാതെ രാവിലെ മുതലേ ഛർദിക്കണെന്ന് 4 പ്രാവശ്യം ഛർദിച്ച്. എന്താണ് ആൾക്ക് സുഖമില്ല, പാടില്ല, ഛർദിലായിരുന്നു. കക്കൂസ് പോണം. എന്നാ ചെല്ലി ഡ്രസ് ഉണ്ടോ? എന്തോ കുഴപ്പമുണ്ട്. ആളെ ആശുപത്രി കൊണ്ടോ നോക്ക്. എന്ത് നടന്നോ അങ്ങോട്ട്? ചേച്ചി ഞാൻ പോട്ടെ. അയ്യോ എടാ പോലെ എടാ ആ കിണറ്റിന്ന് കുറച്ച് വെള്ളം കോരിയിട്ട് അങ്ങോട്ട് കൊടുത്തേക്ക്. മോട്ടർ കേടാണ്. ഞാനാ? ഇനിയിപ്പൊ ഇത് എന്ത് വന്നാണെന്നാവോ? ഇരിക്കട്ടെ. ലാബിൽ ചെക്ക് ചെയ്തല്ല അല്ലേ? ആ ഡോക്ടറെ. ആർട്ടക്കിൽ തന്നെയല്ലേ പോയത്? ആ. എങ്ങനെയുണ്ട് സുധി? ഇപ്പൊ രാവിലെ വരുമ്പോഴുള്ളതിലും ആശ്വാസം ഉണ്ടോ? ഛർദിക്കാൻ വരവോ വയറ്റിൽ നോക്കി ഇപ്പൊ തോന്നണ്ടോ? അല്ല ഈ ലാബിൽ ഇരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു അസ്വസ്ഥതയൊക്കെ പറഞ്ഞു, ഛർദിക്കാൻ വന്നതൊക്കെ പറഞ്ഞു. ഛർദിച്ചില്ല. കക്കൂസ് പോണെന്ന് തോന്നും. ഒക്കെ പോണ്ട. ഓക്കെ നോക്കാം നമുക്ക് റിസൾട്ട് ഒന്ന് നോക്കട്ടെ. ഇത് ഞാൻ സംശയിച്ചത് തന്നെയല്ലോ. എന്താ? ഇതേ ഹെപ്പറ്റൈറ്റിസ് എ ആണ്. ബിൽറൂബിന്റെ അളവ് കൂടുതലാണ്. അയ്യോ അപ്പൊ ഓപ്പറേഷൻ വേണം ഡോക്ടറെ. ഇങ്ങനെ അച്ഛനില്ല, എന്റെ അമ്മായിച്ചൻ, പുള്ളിക്കും ഇതായിരുന്നു. എന്നിട്ട് ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് അങ്ങനെയല്ലേ പോയത് ആള്. അല്ല അച്ഛൻ എന്തായിരുന്നു അസുഖം? ഇത് നീ പറഞ്ഞായിരുന്നു. ഇതിന് ഓപ്പറേഷന്റെ കാര്യമൊന്നുമില്ല. ഇത് നമ്മള് മരുന്ന് കഴിച്ചിട്ട് റെസ്റ്റ് എടുത്തിട്ട് കുറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. ചൊറിച്ചിലുണ്ടാവും. അല്ല ഡോക്ടർ ഇത് അപ്പൊ എന്താണ് ഇത് അസുഖം? എന്താണ് ഇത്? ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തത്തിന്റെ അസുഖമാണ്. മഞ്ഞപ്പിത്തം. ഇപ്പൊ നമുക്ക് സുധിക്ക് അളവ് കൂടുതലായിട്ടാണ് കാണുന്നത്. അതെ, നിങ്ങൾ ഈ പുറത്ത് പണിക്കൊക്കെ പോകുമ്പോ അവിടുന്ന് വെള്ളമൊക്കെ വാങ്ങി കുടിക്കാറുണ്ടാ? പുറത്തുനിന്ന് ഒരു സാധനം അങ്ങനെ കഴിക്കില്ല. അപ്പൊ വീട്ടിലെ വെള്ളത്തിൽ നിന്നായിരിക്കും. വീട്ടിൽ പൈപ്പ് വെള്ളമാണോ കിണർ വെള്ളമാണോ? കിണർ വെള്ളമാണോ? അത് തന്നെയാണ് ഞാനും കുടിക്കണേ. എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല. ലിവറൊക്കെ ഇത്തിരി വീക്കായിട്ടിരിക്കണവർക്ക് പെട്ടെന്ന് കയറി പിടിക്കും. അങ്ങനെയാണ്. വെള്ളം അടിക്കും ഇടയ്ക്കൊക്കെ വെള്ളം കുടിക്കും. ഇനി വെള്ളം അടിക്കരുത് ഒട്ടും. പൂർണ്ണമായിട്ടും റെസ്റ്റ് എടുക്കണം കേട്ടാ. പിന്നെ വീട്ടിലെ കിണർ വെള്ളത്തിന്റെ അതൊന്ന് പരിശോധിക്കണം നമുക്ക്. അത് മലിനമാണെങ്കിൽ നമുക്കതൊന്ന് ശുദ്ധീകരിക്കണം. അല്ല ഡോക്ടറെ, അത് ഞങ്ങൾ ഇങ്ങനെ തേകാറൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മളല്ലേ അച്ഛനുള്ളപ്പോ തേകിയതല്ലേ? ഒരു 7 വർഷമൊക്കെ ഉണ്ടാവും. തേകി അച്ഛൻ മരിച്ചു പോയില്ലേ? അപ്പൊ 7 വർഷമൊക്കെ കഴിഞ്ഞ് ഒന്നും കൂടി പരിശോധിക്കണം. നമ്മൾ കുടിക്കണ വെള്ളമല്ലേ, അത് ലാബിൽ കൊടുത്തിട്ട് ആദ്യം ഒന്ന് പരിശോധിക്കും. അത് ശുദ്ധമാണെങ്കിൽ അത് തന്നെ ഉപയോഗിച്ചോ. അത് മലിനമാണെങ്കിൽ നമുക്കതൊന്ന് ശുദ്ധീകരിക്കണം. പിന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. അപ്പൊ ഈ വെള്ളം കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യണോ അല്ലേ? വെള്ളം പൂർണ്ണമായിട്ടും ടെസ്റ്റ് ചെയ്യണം ആദ്യം തന്നെ. ഇപ്പൊ വന്നത് നമുക്ക് ട്രീറ്റ് ചെയ്യാം. പിന്നെ കൂടുതൽ ആളുകളിലേക്ക് പകരണ തടയാലോ നമുക്ക്. വെള്ളം മലിനമാണെങ്കിൽ വരാൻ സാധ്യത കൂടുതലാണ്. ഹലോ, കേൾക്കുന്നില്ല? പറ, ഉറക്കെ പറ. അതെ, ഗവൺമെന്റ് ജലപരിശോധന ലാബ് തന്നെയാണിത്. എന്താ വേണ്ടേ? പരിശോധന കൊടുത്തിട്ടുണ്ടാ? എത്ര നമ്പർ? 18-25 അല്ലേ? ഒരു മിനിറ്റ് സ്വരൂപേ. 18-25 റിസൾട്ട് ആയിട്ടുണ്ടോക്കെ നോക്കെ. ഹലോ, നിങ്ങൾ എപ്പാ കൊടുത്തത് ഇവിടെ വെള്ളം? അത് ശരി. 2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കിട്ടാ? അത്ര വേഗം കിട്ടുവാ? 2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്ക്. എന്റെ പൊന്ന് സാറേ, ഈ വിളിക്കുന്നവരോടൊക്കെ ഫോണിൽ ഇവിടെ നിന്ന് റിപ്പോർട്ട് കഴിഞ്ഞാൽ ഫോണിൽ മെസ്സേജ് വരുന്നങ്ങ് പറഞ്ഞാൽ പോരെ? അത് പറഞ്ഞാൽ അവർ വിളിക്കാണ്ടിരിക്കൂല. അവർ വിളിച്ചുകൊണ്ടിരിക്കും. കൊടുത്ത നേരം മുതൽ വിളിക്കാൻ തുടങ്ങും. അതൊന്നല്ല, അതിന് ഒരു ഇതെല്ലാം ഒരു ഇതാണ് ആളുകളുടെ. കൊടുത്തപാട് നിങ്ങൾ ആവുന്നില്ലതാണ്. എന്നാ ഇവിടുത്തെ സത്യാവസ്ഥ ഇവിടെ ആവശ്യത്തിന് ഉദ്യോഗസ്ഥർ ഇല്ലാത്തോണ്ടല്ലേ? എന്താ പേര്? പേര് ദശമൂല കടത്ര എന്ന് അങ്ങോട്ട് എഴുതിയേക്കണ. അതിന്റെ മോൾ നിന്റെ പേരല്ല, നിങ്ങളുടെ പേര്? എന്റെ പേര് കോയാന്നാണ്. തലേക്കുത്ത് കോയാന്നാണ് നാട്ടുകാര് വിളിക്കലേ. അവർക്കൊരു രസമാണ് ഇപ്പൊ. ഇതിപ്പോ എന്താ വെച്ചാലേ ഭാര്യ കഴിച്ചായിരുന്ന മരുന്നിന്റെ കുപ്പി. അപ്പൊ അതിൽ വെള്ളാക്കിട്ട് വന്നാണ്.
ഇപ്പൊ ഈ ഇതുണ്ടല്ലോ ഹോമിയോ മരുന്ന് അതൊക്കെ കഴിച്ച് ആ കാര്യമൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഈ ആയുർവേദ മരുന്നൊക്കെ കഴിച്ച് അപ്പൊ അലോപ്പതി കഴിക്കണേറ്റ് മുമ്പേ ഇങ്ങളിലൊന്ന് വന്ന് കാണാൻ വിചാരിച്ച് അതപ്പൊ അങ്ങോട്ട് വന്നേ. ഇവിടെ ചികിത്സയില്ല, ഇവിടെ വെള്ളം പരിശോധിക്കുന്ന സ്ഥലമാണ്. അതന്നെ അതെന്താ വെച്ചാ എന്റെ പെണ്ണൂരുത്തി ഇപ്പൊ പറഞ്ഞേ 2 ദിവസം മുമ്പ് വെള്ളത്തിന് കിണറ്റിലെ വെള്ളത്തിന് വല്ലാത്തൊരു ദുർഗന്ധം ഒരു മണം മരിക്കേ ഒരു പൊട്ട മണം അപ്പൊ അതെന്താന്നൊരു പിടുത്തല്ലോ. അപ്പൊ ഞാന് നമ്മുടെ ഒരു സിൽബന്തി ഉണ്ട് ഉസ്മാൻ എന്ന് പറഞ്ഞിട്ടേ മൂപ്പരടുത്ത് ഞാൻ കൊണ്ടുപോയിട്ട് ഒരു ചരടൊക്കെ മന്ത്രിച്ചു ഒന്ന് കെട്ടി. കിണറിനെയാ കിട്ടി ഇല്ല ഞാൻ 34 വയറിന് സുഖമില്ലാത്ത പെണ്ണൊരുത്തിക്കേ. അപ്പൊ അതില് കാര്യം ഉണ്ടായില്ല. അപ്പൊ എന്താ വെച്ചാല് ഞാനിപ്പോ മൂപ്പര് കഴിച്ചായിരുന്ന മരുന്നാണ് ഇപ്പൊ ഇത് ആ മരുന്നിന്റെ കുപ്പിയാ. അപ്പൊ അതില് ഞാൻ ഇത്തിരി വെള്ളം എടുത്തിട്ട് ഇങ്ങോട്ട് പോരെ ഇത് പരിശോധിക്കാൻ ഇവിടെ ഒന്ന് കൊണ്ടുവച്ചിട്ട്. ഇത് എപ്പം വെള്ളം എടുത്തേ? ഇത് കഴിഞ്ഞ ആഴ്ച എടുത്താണ്. പിന്നെ വരാൻ നേരം ഉണ്ടായില്ല, ഒരു കല്യാണത്തിനൊക്കെ പോകണ്ടേ. അങ്ങനെ പറ്റൂല. ഇത് ഈ വെള്ളം എടുത്ത് 6 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തണം. എന്താ 6 മണിക്കൂറിൽ എത്തിയില്ലെങ്കിൽ വെള്ളം മയ്യത്താകുമോ? അല്ല, ഈ വെള്ളത്തിന് ഒരു ചൂടുണ്ട്, അത് 6 മണിക്കൂറിനുള്ളിൽ എത്തിയാൽ അത് പരിശോധിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടോ? അങ്ങനെയുണ്ട്. ആഹാ അത് ശരി. അതെന്തപ്പോ അങ്ങനെ? അത് അതിന് എന്നാലും അതിന്റെ നമ്മൾ അതിലെന്താ ദോഷം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എന്ത് ദോഷം ഇപ്പൊ കിണറ്റിലെ വെള്ളത്തിന്? അണുബാധ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അണുബാധ ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പോ ഈ ഇതുണ്ടല്ലോ നമ്മുടെ ഈ അരിഷ്ടം ഒഴിച്ചു വെച്ചായിരുന്ന കുപ്പി എന്റെ പെണ്ണൂർത്തി കഴിച്ചായിരുന്നേ, അതിന്റെ കയ്പ് സഹിക്കാൻ പറ്റാണ്ട് അണുബാധൊക്കെ എപ്പോ മയ്യത്തായി ഉണ്ടാവും എന്ന് പറയും. ഇങ്ങനത്തെ കുപ്പിയിലൊന്നും കൊണ്ടുവന്നാ പോരാ, കുറച്ചും കൂടി പ്യൂർ ആയിട്ടുള്ള കുപ്പി കൊണ്ടുവരും. ഇതുപോലെ കള്ളിന്റെയും കുഴമ്പിന്റെയും കുപ്പിയിലൊന്നും കൊണ്ടുവരാം. കള്ളൊന്നല്ലോ ചങ്ങായി, മരുന്നല്ലേ അത് അരിഷ്ടം പറഞ്ഞ മരുന്നാണ്. എങ്ങനെ കള്ളാവണ? അണുമുക്ത ആയിട്ടുള്ളൊരു കുപ്പി ആയിരിക്കണം. അതിൽ 100 മില്യം വെള്ളം വേണം. ഈ 6 മണിക്കൂറിനുള്ളിൽ 2500 രൂപയുടെ ഫീസും അടക്കണം. എന്താ നിങ്ങൾ ഈ പറഞ്ഞ 2500 രൂപയൊക്കെ ഫീസ് എന്ന് പറഞ്ഞ? ഇന്റെ ശരീരത്തിൽ നിന്ന് രക്തം കുത്തിയെടുത്തിട്ട് കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ ഒക്കെ പാടെ പരിശോധിച്ചിട്ട് 500 രൂപ ആയിട്ടില്ല. പിന്നെ ഇപ്പൊ ഈ ഒരു തുള്ളി വെള്ളം പരിശോധിക്കാൻ നിങ്ങൾക്ക് 2500 കാരണം പറഞ്ഞാലേ എവിടുത്തെ കഥയത്? പ്രൊസീജിയർ ഉണ്ട്. നിങ്ങൾക്കറിയോ ഇതിനകത്ത് ഫിസിക്കൽ ടെസ്റ്റ് നടത്തണം, കെമിക്കൽ ടെസ്റ്റ് നടത്തണം, ബാക്ടീരിയോളജിക്കൽ ടെസ്റ്റ് നടത്തണം. പോരാത്തതിന് 26 രാസജൈവ മൂലകങ്ങൾ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ അതിനൊക്കെ കൂടിയിട്ടാണ് ഈ 2500 രൂപ. അത് മാത്രല്ല, നിങ്ങളുടെ കിണറിലെ വെള്ളത്തിൽ ബാക്ടീരിയ ഉണ്ടോന്ന് മനസ്സിലാവും. അതുപോലെ pHന്റെ കാഠിന്യം ഉണ്ടോന്ന് അതും മനസ്സിലാവും. മറ്റേ TDSന്റെ അധികം ഉണ്ടോന്നും അതും മനസ്സിലാവും. അതിനൊക്കെ ടെസ്റ്റ് ചെയ്യാനാണ് ഈ പൈസ. അതെ, ഈ വക ഹലാക്കൊന്നും ഇപ്പൊ ഇൻഡോർത്തെ വെള്ളത്തിന്റെ ഇല്ല. ഉള്ള കാര്യം ഞാൻ അങ്ങോട്ട് പറയാമല്ലോ. 1 തരം കിണറ് വെള്ളം തന്നെ അത്. പിന്നെന്താ വെച്ചാൽ ഇപ്പൊ മുറ്റൊക്കെ അടിക്കുമ്പോ വല്ല കരിയിലൊക്കെ അപ്പൊ അതിൽ വീണുണ്ടെങ്കിൽ ആയി, അത്ര തന്നെ ഉള്ളു. പിന്നെ ഒരു പിച്ചളയുടെ മൊന്ത അതിലേക്ക് വീണായിരുന്നു കുറെ നാള് മുമ്പേ, അതന്നെ ആ കിണറ്റിലുള്ളു. അല്ലാണ്ട് വേറെ നിങ്ങളിപ്പോ ഈ പറഞ്ഞൊരു സംഗതി ഇപ്പൊ അതില് ഒന്നുമില്ല. നിങ്ങളിപ്പോ ഈ പറഞ്ഞ ആദ്യം ഒരു നല്ല 1 തരം ഒരു പുതിയ കുപ്പിയില് നിങ്ങൾ ഈ പറഞ്ഞ അളവിൽ ഇപ്പൊ വെള്ളമൊക്കെ ഞാൻ കൊണ്ടുവരാം. പക്ഷെ ഈ കായ് ഒന്ന് കുറക്കണം. അത് ഞങ്ങൾക്ക് കുറക്കാൻ പറ്റൂല. സർക്കാർ തീരുമാനിക്കുന്ന വിലയല്ലേ നമ്മൾ പറയുന്നേ. എന്ത് തീരുമാനം? സർക്കാർ എന്താ ആൾക്കാരുടെ വെള്ളം കൂടി മുട്ടിക്കാൻ വേണ്ടിട്ട് ഇരിക്കുക? അങ്ങനെ അങ്ങോട്ട് 2500 എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് എടുത്തു തരാൻ പറ്റുന്നത് ഒരു തുള്ളി വെള്ളം പരിശോധിക്കാന്? ഏടോ തേങ്ങ നിങ്ങൾക്ക് പറ്റൂച്ചെങ്കിൽ ചെയ്യാൻ പറഞ്ഞൊക്കെ ചെയ്യാൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. ഉണ്ടോ? നടക്കോ? എന്ത് രേഖ ചെങ്ങായിയോളെ? നിങ്ങൾക്ക് ഇപ്പൊ ഇത് ചെയ്യാൻ പറ്റില്ല അത് പറയുന്നല്ല. നിങ്ങൾ നിങ്ങളുടെ സർക്കാർ പറഞ്ഞു കേട്ടോ അവിടെ കുത്തിയിരുന്നാളി എനിക്ക് പരിശോധിക്കണ്ടപ്പ അത് എന്താപ്പ അത്? ഒരു തുള്ളി വെള്ളം പരിശോധിക്കാൻ 2500 രൂപ തരണമെന്ന് പറഞ്ഞാല് ഇത് വേറെ സ്ഥലം കിട്ടുമോ ഞാൻ നോക്കി നോക്കട്ടെ. ആൾക്കാരുടെ രക്തം പരിശോധിക്കണോടത്ത് ഇത്ര കായില്ലാന്ന്. ഇത് പൈക്ക് അവിടെ കൊണ്ടുപോയി കൊടുക്കാറിയാണ്ടോന്നല്ല. ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു സ്ഥലം പറഞ്ഞപ്പോ ഇങ്ങോട്ട് വന്നാണ്. ഞാൻ പോണോടത്ത് തന്നെ പോയി നോക്കട്ടെ. എന്താപ്പ നിങ്ങളുടെ ഇപ്പൊ ഈ 2500 രൂപ വീടി വാശി പിടിച്ചിരിക്കാച്ചാല് നിങ്ങൾ അവിടെ ഇരുന്നോളി നിങ്ങളുടെ സർക്കാരും. അല്ല പിന്നെ എന്തിനാ സാർ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നേ? ആ 2500 ആവുന്നതാണ് അയാൾ നേരത്തെ അങ്ങ് പോകില്ലായിരുന്നോ? സാധാരണക്കാരോട് പിന്നെ അത് പറയണ്ട. നീ എന്നെ പഠിപ്പിക്കാൻ ഈ സാധാരണ കൊണ്ട് പറഞ്ഞിട്ടല്ലേ ഈ സാധാരണക്കാരന്റെ വാലിരിക്കുന്നൊക്കെ കേൾക്കുന്നത്. രസമല്ല, നീ എന്നെ പഠിപ്പിക്കാനാ? എന്റെ പൊന്ന് സാറെ പഠിപ്പിക്കാൻ കൊല്ലങ്ങളായിട്ട് ഞാനിങ്ങനെ ആവശ്യത്തിന് കൊടുക്കില്ല. ഫോൺ വിളിച്ചപ്പോ നേരത്തെ ആവശ്യമില്ലാത്ത കാര്യം കേട്ടില്ല. ഇപ്പൊ അയാളെയൊന്നും കേട്ടില്ലേ? നിങ്ങൾക്ക് പലത് കേൾക്കാം, എനിക്ക് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോ നോക്കിയാലും ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട്. നല്ല ആളുടെ ഇവൻ ഫോൺ വരുന്നു, എടുക്ക്, വിളിച്ചു പറ. ഇവിടെ ഇല്ല, മറ്റേത് ചെയ്യണം, മറച്ച് ചെയ്യണം എന്നൊക്കെ. അതിനെല്ലാം ഇവിടെ ഇരിക്കുന്നവ. അതെ
ഒരു 250 പറ്റോ? 250 ഏ, പറ്റൂല പറഞ്ഞില്ലേ? ഇതെന്ത് മത്തിക്ക് വില പറയാ പറയും? 300 രൂപ പറ്റോ? പറ്റൂല. 400. 2500 തേച്ചും കിട്ടണം. ഒരു 500 പറ്റോ? പറ്റൂല എന്ന് പറഞ്ഞില്ലേ? പറ്റില്ല ചെങ്ങളുടെ കാര്യം ആ പിന്നെ തിന്ന്. അത് ഫോണിലല്ല, അയാൾ അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട് പോയതാ. അയാളാ ഫോണിൽ പിന്നെ ആര് വിളിച്ചു? അവന് വേറെ ആരെങ്കിലും വിളിച്ചതാ, ബോധമൊന്നുമില്ല. ഹലോ ഹലോ. ആ എന്തേ? ആ അതെയാ. എന്റെ ബാബു സാറെ, ഇപ്പൊ നിങ്ങൾ മനസ്സ് വെച്ചാൽ നമുക്ക് 10 കാശുണ്ടാക്കാം. നമ്മുടെ പഞ്ചായത്തിൽ മുഴുവൻ ഇപ്പൊ മഞ്ഞപ്പിത്തം മറ്റേ ഛർദിയും വയറ്റുന്നോക്കൊക്കെ അല്ലേ. പഞ്ചായത്തിലെ മെമ്പർമാരൊക്കെ വിളിച്ചൊരു ബോധവൽക്കരണ ക്ലാസ് നടത്തിയിട്ട് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ കിണറുകളിലെയും കുളത്തിലേക്ക് വെള്ളം നിർബന്ധമായും പരിശോധിക്കണമെന്ന് പറയൂ. എന്നിട്ട് പരിചയമുള്ളവരൊക്കെ നമ്മുടെ ലാബിലേക്ക് വിടൂ. വേണ്ട പോലെ കാണാം. ശരി. ശരി. ചില സാറുമാർക്കേ സർക്കാർ ജോലി കിട്ടിയിട്ടും കാര്യമില്ല, ഒരു കാര്യം കാശുണ്ടാക്കാൻ അറിയില്ല. ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ. റിസൾട്ട് ആണ്. എത്ര എണ്ണായി? എല്ലാം ഉണ്ട്. ഹലോ. സുഗതൻസ് ജലപരിശോധന കേന്ദ്രം, മന്മഥൻ. ഇന്നലെ രാവിലെ അല്ലേ? അതെ, എല്ലാ ടെസ്റ്റും കഴിഞ്ഞു കേട്ടോ. റിസൾട്ട് റെഡിയാണ്. വന്നോളൂ. എന്താ ചിരിക്കുന്നത്? സഹന വർത്താനം കേട്ടാലേ ഈ വെള്ളം നമ്മൾ മൊത്തം ടെസ്റ്റ് എടുത്ത് ചെയ്ത് വളരെ വൃത്തിയായിട്ട് ഗംഭീരമായിട്ട് റിസൾട്ട് കൊടുക്കുകയാണ്. എല്ലാം ഓക്കെ അടിച്ച് കൊടുക്കുന്നില്ലേ സാറേ? ഒന്നും ഉണ്ടാതിരിക്കണ, വല്ലവരും അറിഞ്ഞു കഴിഞ്ഞാൽ തല പോവും. എന്നെ സാറേ, എന്തെങ്കിലും കഷ്ടകാലത്തിന് ഒരു പോലീസ് അന്വേഷണമൊക്കെ വന്ന് നമ്മൾ കുടുങ്ങിപ്പോവും സാറേ. എന്തിനേന്ന് എന്റെ സാറേ? ഒന്നുമില്ലെങ്കിൽ ഇവിടെ വാട്ടർ ഹാൻഡ്സ് ടെസ്റ്റർ ഉണ്ടാ, pH കിറ്റ് ടെസ്റ്റർ ഉണ്ടാ, മൈക്രോസ്കോപ്പ് ഉണ്ടാ, ഒരു കുന്തുമില്ല. എന്തിന്? ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നവർക്കല്ലേ. നമ്മൾ ടെസ്റ്റ് ഒന്നും ചെയ്യുന്നില്ലല്ലോ, റിസൾട്ട് മാത്രം എഴുതി കൊടുത്ത് കാശ് മേടിക്കല്ലേ. പിന്നെ ജനങ്ങളെ ബോധിപ്പിക്കാൻ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ ഒരു മൈക്രോസ്കോപ്പ് വെച്ചിട്ടുണ്ടല്ലോ. സാധാരണക്കാരെ ജനങ്ങൾ അതിന്റെ ഉള്ളിൽ വന്ന് കണ്ണിട്ട് ഇങ്ങനെ ലെൻസ് ഉണ്ടോന്ന് നോക്കൊന്നുമില്ലല്ലോ. ബോധ്യപ്പെടുത്താൻ ഒരു മൈക്രോസ്കോപ്പ് ഉണ്ടല്ലോ. പിന്നെ കമ്പ്യൂട്ടർ ഇല്ലേ? അതുണ്ട്. പ്രിന്റഡ് ഇല്ലേ? അത് കറക്റ്റാ. നമ്മൾ ഈ റിസൾട്ട് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും പോരെ? അല്ലെ, എന്തെങ്കിലും രീതിയിൽ ഒരു കുഴപ്പം വന്നിട്ട് ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാലേ പോലീസുകാരെല്ലാം വന്നല്ലോ. ഒന്നും കാണാതെ ഞാൻ ഈ ബിസിനസ്സിന് നിൽക്കുവോ? ആരാണ് സാധാരണ പ്രശ്നം ഉണ്ടാക്കി വരിക? രാഷ്ട്രീയക്കാർ. അതെ, രാഷ്ട്രീയക്കാർ ഇവിടെ പിരിവിന് വരുമ്പോ അവര് ചോദിച്ചതിന്റെ ഡബിൾ ഞാൻ കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കലുണ്ട്. അവർക്ക് ഞാൻ പ്രിയപ്പെട്ടവനാണ്. അതെ. പിന്നെ മതപണ്ഡിതന്മാർ, ദേവാലയങ്ങളിൽ നിന്ന് പിരിവിന് വരുന്നവർക്ക് ഞാൻ അവർ ചോദിക്കുന്നതിന്റെ ഇരട്ടി കൊടുക്കുന്നില്ലേ? ശമ്പളം തന്നിട്ട് നിങ്ങൾ അത് കൊടുക്കലുണ്ട്. അപ്പൊ എല്ലാ മതക്കാർക്കും ഞാൻ വേണ്ടപ്പെട്ടവനല്ലേ? തീർച്ചയായും. പിന്നെ ഇവിടെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നവർ, യുവാക്കളുടെ ക്ലബ്ബുകൾ, അങ്ങനെ പല സംഘടനകളും സഹായം ചോദിച്ചു വരുമ്പോ അവർ ചോദിച്ചു വരുന്ന സംഭാവനയുടെ ഇരട്ടി ഞാൻ കൊടുക്കുന്നില്ലേ? എനക്കൊരു സുഖമായിട്ട് വന്ന് തന്നിട്ടെങ്കിൽ നിങ്ങൾ കൊടുക്കലുണ്ടായിരിക്കും. എന്തിനാണ് കൊടുക്കുന്നത്? അവരൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അവർക്കെല്ലാം ഞാൻ വേണ്ടപ്പെട്ടവനാണ്. പിന്നെ എനിക്ക് എന്തും ചെയ്തൂടെ? അത് ശരിയാവുന്നല്ലേ. ഇളേ, ഞാൻ പറയുന്നത് പോലെ കേട്ടുകൂടെ എന്നാ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടാ. വരൂ വരൂ. ഈ വെള്ളം ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇത് വീട്ടിലെ കിണറ്റിലെ വെള്ളമാണ്. ആ കിണറ്റിലെ നിങ്ങളാടേക്ക് ഒരാൾ വരുന്നിട്ടല്ലേ പുറത്തേക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ വന്നോളൂ. അതെ. വെള്ളം ഒന്ന് പരിശോധിക്കാൻ വേണ്ടിട്ട്. അതെ, ഇത് വീട്ടിലെ കിണറ്റിലെ വെള്ളം. വീട്ടിലത്തെ കിണറ്റിലത്തെ വെള്ളം. അതെ അല്ലേ? നിങ്ങളുടെ പേര്? മണ്ടോദരി. ഇതില് മണ്ടോദരി എന്ന് എഴുതിയൊട്ടിക്കാം. ഇത് എന്റെ പേര് കോയാന്ന്. കോയ. അതില് മണ്ടൂന്ന് എഴുതുക, ഇതില് കോയെന്ന്. അല്ല, എനിക്ക് മറ്റേ ഇപ്പൊ നിങ്ങള് കൊണ്ടുപോകണോ? ഇത് നേരെ അപ്പുറത്ത് ലാബിലെ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകാൻ. അല്ല, മറ്റേ അതെ ഭാര്യയുടെ മൂത്രേ. ഭാര്യയുടെ മൂത്രാണോ? അല്ലല്ല, ഇത് കിണറ്റിലത്തെ വെള്ളാണ്. എന്താ നിങ്ങള് കാട്ടണേ? കിണറ്റിലത്തെ വെള്ളാണ്. നല്ല ഒന്നാന്തര കുപ്പിയല്ലേ? അതെ അതെ, നല്ല കുപ്പിയല്ലേ? അതെ, നല്ല വെള്ളാണ്, കിണറ്റിലത്തെ വെള്ളാണ്. അല്ല, ഭാര്യയുടെ മൂത്രം ഇപ്പൊ അങ്ങനെ മഞ്ഞ കളറിലാ പോണേ. അത് നമ്മുടെ പഞ്ചായത്തിലെ പലർക്കും ഈ അസുഖങ്ങളുണ്ട്. അത് നമ്മുടെ ഇവിടത്തേക്ക് വെള്ളങ്ങൾ മലിനപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് ഇപ്പൊ. അതുകൊണ്ടാണ് അത് എന്നോട് പലരും പറഞ്ഞു. അതപ്പൊ ഞാൻ കൊണ്ടുവന്ന അപ്പൊ അതിന്റെ ഒരു ടെസ്റ്റ് ഒക്കെ വേണ്ടുള്ളൂ. അതിന് കായ് എത്ര വരിക? അതിപ്പോ ഇവിടെ 1000 രൂപയാണ്. 1000 രൂപ ഈ വെള്ളം ടെസ്റ്റ് ചെയ്യാനോ? അതെ. ഇത് അല്ല, ഇതിപ്പോ എവിടെ അന്വേഷിച്ചാലും ഇവിടെയാണ് കുറവ് കിട്ടത്. അല്ല, അതന്നെ. അതെ, എന്താ പറയണ്? എന്താ 2500 റുപ്യപ്പുറത്ത് ഇവിടെ 1000 ഉള്ളത് ലാഭാ. അല്ലേ പറഞ്ഞത്?
അതല്ലേ നിങ്ങൾ പരിശോധിച്ചോ അത് കുഴപ്പമൊന്നുമില്ല പരിശോധിക്കാൻ നിങ്ങൾ പരിശോധിച്ചു അപ്പൊ ഇതിലെ കോയാന്നും ഇതിലെ മണ്ടൂന്നും അതെ ഇപ്പൊ എന്താ അവിടെ ചെന്ന് രഹസ്യം പറഞ്ഞിരുന്നു? അല്ല ഞാൻ ചോദിച്ചത് നല്ല കുപ്പിയിൽ കൊണ്ടുവരണ അതൊക്കെ തന്നെയല്ലേ ചെയ്തേക്കണ് ചോദിക്കാണേ. ഗവൺമെന്റ് ലാബില് 2500 ഇവിടെ 1000 ഇതാണ് ലാഭം എന്നല്ലേ ഇപ്പൊ അന്വേഷിച്ചേ എവിടെ സംസാരിച്ചേ അല്ലേ? അത് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ജനസേവനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ലാബ് തുടങ്ങിയിരിക്കുന്നത്. അതെല്ലേ അതുകൊണ്ടാണ് ഞാൻ 1000 ഉറുപ്പിക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്തു കൊടുത്തത്. അടച്ചോ നിങ്ങളെ കാര്യം. പിന്നെ അത് മാത്രമല്ല നിങ്ങളിപ്പോ ആ സ്ഥാപനത്തിൽ ചെന്ന 2500 കൊടുക്കും വേണം. അവര് പറയുന്ന സമയത്തെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിങ്ങൾ എപ്പോഴാണോ ആവശ്യപ്പെടുന്നത് അപ്പൊ റിസൾട്ട് തരും. 24 മണിക്കൂറിന്റെ ഉള്ളിൽ റിസൾട്ട് ഇല്ല, കണ്ടില്ല. ഇതാണ് സർക്കാർ കാര്യങ്ങൾ മുറ പോലെ ഞങ്ങളുടെ മിഷനറീസ് ഒക്കെ അങ്ങനത്തതാണ്. ശരി ഒറ്റടി അത് ശരി. അപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്യാലോ അല്ലേ? ചെയ്തോളി. എന്നാ ശരി, ഞാൻ മേടിക്കാൻ വരാല്ലേ? അപ്പൊ അതിന് 1000 ഉറുപ്യ ആയിക്കോട്ടെ. കാശടക്കണ്ടേ? ഇത്രയും പരിശോധന നമ്മളിങ്ങനെ ചെയ്യും. നമുക്ക് ലാഭം വേണ്ട, പക്ഷെ നമുക്കിത് ചെലവ് വരുന്ന പൈസ വേണം. അപ്പൊ തന്നെ തരാം മുഹിമനും. അത് അഡ്വാൻസ് ആയിട്ട് 500 തന്നാലും മതി, അല്ല 1000 തരാണെങ്കിൽ അതും തരാം. എന്തായാലും റിസൾട്ട് തരുമ്പോ കാശ് തരണല്ലോ. എന്നാ ഇപ്പൊ 500 തരാം, നാളെ 500 അല്ലേ? ബാക്കി ഞാൻ പിന്നെ തരാം. മണ്ടോദരി അല്ലേ? അതെ 400 പറ്റില്ല അല്ലേ? എത്ര പറഞ്ഞു? 500. 500. പോയ അപ്പൊ നാളെ വന്നോളൂ. നാളെ അല്ലേ? ആയിക്കോട്ടെ. ശരി എന്നാ. ശരി ശരി. അപ്പൊ ശരി എന്നാ. അസ്സലാമു അലൈക്കും. അല്ല ശരി. അല്ല സാറേ, എന്തിനാ റിസൾട്ട് പിന്നെ തരാമെന്ന് അവരെ വിട്ടത്? ഇപ്പൊ ഇതിലടിച്ച് കൊടുക്കാന്നില്ല റിസൾട്ട്. പൈസ കയ്യോടെ മേടിക്കില്ല. നമ്മൾ ടെസ്റ്റ് ഒന്നും ചെയ്യുന്നില്ലല്ലോ സാറേ. അവന്റെ കഴുതെ കക്കാൻ പഠിച്ചാ പോരാ, കളവ് ഒതുക്കാനും പഠിക്കണം. നമ്മളിത് ആത്മാർത്ഥമായി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിന് ഇത്ര സമയം എടുക്കുന്നുണ്ട് അവരെ ബോധ്യപ്പെടുത്തണ്ടേ? വേണമല്ലേ? പാവം എന്റെ വെള്ളം.